ഹായ് പ്യാരെ വെച്ച് മനസ്സാറാണ്. എല്ലാ മക്കളും വളരെ അടിപൊളിയായിട്ട് നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞ ദിവസങ്ങളുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ പരീക്ഷ തുടങ്ങാണ്. ടൈം ടേബിളൊക്കെ എല്ലാ മക്കൾക്കും കിട്ടിയോ? യെസ്, കിട്ടിയ മക്കളൊക്കെ ഒന്ന് അറിയിച്ചേ. യെസ്, അതേപോലെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഹിന്ദി പരീക്ഷ സെറ്റാക്കാം. നിങ്ങൾ പേടിക്കണ്ട, അടിപൊളിയായിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ചാനലിൽ ഇനി വരുന്ന ലൈവുകളും കോണ്ടന്റ് വീഡിയോസൊക്കെ എല്ലാ മക്കളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ യൂണിറ്റ് ആയിരുന്നു മൂന്നാമത്തെ യൂണിറ്റ്, ഇക്കായിത്തീൻ അല്ലെ. നമുക്കറിയാം മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഖുൽത്തെ നസാരെ എന്ന് പറയുന്ന തുറന്ന കാഴ്ചകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള യൂണിറ്റ്. അപ്പൊ ഈ യൂണിറ്റ് ഓൾറെഡി നമ്മൾ നമ്മുടെ ലൈവുകളിലൊക്കെ എടുത്തതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പരീക്ഷയോടനുബന്ധിച്ച് മിനി മാരത്തോണിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡിസ്കസ് ചെയ്യും. എൻ്റെ മക്കൾ പേടിക്കണം, ഞാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിലോ ആർക്കെങ്കിലും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ സെറ്റായിട്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ ഇതിൽ നിന്നും 2 പാഠഭാഗങ്ങളാണ് ഈ ഖുൽത്തെ നസാരെ തുറന്ന കാഴ്ചകൾ എന്ന് പറയുന്ന യൂണിറ്റിൽ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് 2 പാഠഭാഗങ്ങൾ? ജബ് ഹം ധീരെ ചൽത്തെ ഹെ എന്ന് പറയുന്ന എലൻ ഷോയുടെ ഒരു യാത്രാ വിവരണമാണ്. മാത്രമല്ല ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന വരുൺ ഗ്രോവറിന്റെ ഒരു ഫിൽമി ലേഖും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ 2 പാഠഭാഗങ്ങളായിരുന്നു മൂന്നാമത്തെ യൂണിറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗങ്ങളായിരുന്നു ബൈസിക്കിൾ തീവ്സിലെ വരുൺ ഗ്രോവർ എഴുതിയ ഒരു ഫിൽമി ലേഖാണ്. ഈ സിനിമ ഒക്കെ എൻ്റെ മക്കളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബൈസിക്കിൾ തീവ്സ് അല്ലെ, ആ ഒരു സിനിമയുടെ രംഗങ്ങളും അതിലെ കഥാപാത്രങ്ങളൊക്കെ എൻ്റെ മക്കളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും അല്ലെ. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് എന്ത് ചോദ്യം വന്നാൽ ഈ സിനിമ നിങ്ങളുടെ മനസ്സിലൂടെ എങ്ങനെ കടന്നു പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് സാറിന് അറിയാം. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അനസാർ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ കാണുന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചോദ്യം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. നോക്കേ, आपके स्कूल के फिल्मोत्सव में बाइसिकल थीव्स सिनेमा का प्रदर्शन होने वाला है. എന്താ പറഞ്ഞത്? ആപ്കെ സ്കൂൾ എന്ന് പറഞ്ഞാൽ താങ്കളുടെ സ്കൂൾ അഥവാ നിങ്ങളുടെ സ്കൂളിൽ അല്ലേ, നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, താങ്കളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നു, സ്കൂളിലെ ഫിലിമോത്സവ് അല്ലേ. ഫിലിമോത്സവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്രമേളയാണ്. ചലച്ചിത്രമേള നമ്മൾ ഓരോന്നും വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് അർത്ഥം കിട്ടും, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ആവശ്യമില്ല. അപ്പൊ ചലച്ചിത്രമേളയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബൈസിക്കിൾ തീവ്സ്, ഇതാണ് നമ്മുടെ ആ ഒരു സിനിമ നമ്മൾ പഠിക്കാനുള്ള ആ ബൈസിക്കിൾ തീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, പ്രദർശൻ ഹോനാവാലാഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, തീരുമാനിച്ചു. ഇനി ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇസ്കേ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി അല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, സിമ്പിളാണ് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ പോസ്റ്ററിന് ചോദിച്ച 4 മാർക്കും അനായാസം നമുക്ക് നേടാൻ കഴിയും. അപ്പൊ ഇനി നമുക്ക് ഈ വരുന്ന പബ്ലിക് പരീക്ഷയിൽ മറ്റൊരു പോസ്റ്റർ ആണെങ്കിലും എങ്ങനെ എഴുതും എന്നുള്ള രീതിയിലാണ് അനസാർ ഇതിന്റെ ആൻസർ പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ. ആദ്യം നമ്മളൊരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കള്ളി നമ്മൾ വരക്കുന്നു. അത് നമുക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫിലിമോത്സവമാണ് നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ ഹെഡിങ്ങിൽ കൊടുക്കുന്നു, ഫിലിമോത്സവ് 2025. 2026 ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, അതിലൊന്നും പ്രശ്നമില്ല. ആ ഒരു സബ്ജക്റ്റ് എന്താണോ അത് നമ്മളിവിടെ കൊടുക്കണം. എന്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാൻ അത് നമ്മളിവിടെ കൊടുക്കുന്നു, അത് നമ്മൾ കൊടുത്തു. പിന്നെ എന്താണ് പരിപാടി, സിനിമാ പ്രദർശനമാണ്. ഫിലിമോത്സവം ആകുമ്പോൾ സിനിമാ പ്രദർശനം തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ ഏത് സിനിമയാണ് നമ്മോട് പറഞ്ഞത്, നമ്മുടെ ഭാഗത്തിൽ പഠിക്കുന്ന ബൈസിക്കിൾ തീവ്സ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്തു. ഇനി അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താ, ഈ സംഭവം കൃത്യമായിട്ട് ഏതൊരു പോസ്റ്ററിലും നമ്മൾ കൊടുക്കണം. ഇതിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല, അതായത് ഡേറ്റ് ആണെങ്കിലും ടൈം ആണെങ്കിലും അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. പക്ഷേ ഇതുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആദ്യം വേണ്ടത്, നമുക്ക് എന്നാണ് നടക്കുന്നത് എന്നുള്ളൊരു ഡേറ്റ് വേണ്ടേ. ഇപ്പോൾ ഫിലിമോത്സവം നടക്കുകയാണ്, അപ്പോൾ ആളുകൾ ഈ പോസ്റ്റർ കണ്ടിട്ട് വരണം. അപ്പോൾ അതിൽ ഡേറ്റ് ഇല്ലെങ്കിൽ ആളുകൾ എന്നാ വരിക, ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് കൊടുക്കും. അപ്പോൾ 10 മാർച്ച് 2025 എന്ന് കൊടുത്തു. അപ്പോൾ ഈ പോസ്റ്റർ കാണുന്ന ആളുകൾക്ക് മനസ്സിലായി ഇന്ന ദിവസം പോയാലേ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കിയേ, സബേരെ 10 ബജെ, രാവിലെ 10 മണി. അപ്പോൾ ആളുകൾ ഉണ്ടാവും, ഇനി 10 മാർച്ചിന് എപ്പോഴാണ് പോകേണ്ടി, രാത്രിയാണോ വൈകുന്നേരമാണോ, ഇനി അല്ലെങ്കിൽ രാവിലെ അതിരാവിലെ 6 മണിക്ക് എണീറ്റ് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ 10 മണി എന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നത്. സബേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, രാവിലെ അഥവാ മോർണിംഗ്. അപ്പോൾ അതും അവിടെ ക്ലിയർ ആയി. പിന്നെ ഈ പരിപാടി ഇനി ഉണ്ടാവും സ്കൂളിലാണെങ്കിലും സ്കൂളിൻ്റെ പിന്നെ ക്ലാസ് റൂമിൽ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ കളിക്കുന്ന മൈതാനത്ത് പന്തലിട്ടിട്ട് അങ്ങനെയാണോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. GSS സ്കൂൾ സഭാഗ്രഹ്, അതായത് ഗവൺമെൻറ് UP സ്കൂളിലെ സഭാഗ്രഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓഡിറ്റോറിയം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതും ഇവിടെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വലിയ നമ്മുടെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ടായിരിക്കും ഈ സിനിമാ പ്രദർശനം നടക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇന്നതൊക്കെയാണ് നടക്കുന്നത്, ഇന്ന സ്ഥലത്താണ് നടക്കുന്നത്, ഇന്ന സിനിമയാണ്, ഇന്ന ദിവസമാണ്, ഇന്ന സമയത്താണ്, ഇന്ന സ്ഥലത്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ക്ലിയർ അല്ല ഇതുവരെ? പിന്നെ ഏതൊരു പോസ്റ്ററിൻ്റെ താഴെ മനസ്സാറിൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ, സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോസ്റ്ററിലും അവസാനം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരെയും ക്ഷണിക്കേണ്ട, എന്നാലല്ലേ നമ്മളെ പരിപാടിക്ക് ആളുണ്ടാവുള്ളൂ. അപ്പോൾ ഓൾ ആർ വെൽക്കം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് കൊടുക്കുന്നു. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യണം. മനസ്സിലായോ? യെസ്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിലിം ക്ലബ്ബ്. അപ്പോൾ ഈ ചലച്ചിത്രമേളൊക്കെ ഉണ്ടാകുമ്പോൾ ഫിലിം ക്ലബ്ബാണ് സംഘടിപ്പിക്കുക. ഇനി നിങ്ങൾ ഹിന്ദി ക്ലബിൻ്റെ കീഴിലാണ് ബൈസിക്കിൾ തീവ്സ് സംഘടിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ ഫിലിം ക്ലബ്ബ് എന്നുള്ളിടത്ത് ഹിന്ദി ക്ലബ്ബ് ആക്കി കൊടുത്താൽ മതി. ഇനി ഹിന്ദി ക്ലബിന് ഒരു പേരുണ്ട് നിങ്ങൾക്ക് അല്ലേ, ആ പേരാണെങ്കിൽ പ്രേംചന്ദ് ഹിന്ദി ക്ലബ്ബ്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മക്കളെ ഒരു മാർക്കും നിങ്ങൾക്ക് കുറയൂല. ഈ അനസാർ ഈ പോസ്റ്റർ ഡിസ്കസ് ചെയ്തോടുകൂടി ഇനി നിങ്ങൾ ഏത് പോസ്റ്റർ വന്നാലും എഴുതാൻ പ്രാപ്തരാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ സെറ്റായിട്ട് എൻ്റെ പൊന്നു മക്കൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് എഴുതും എന്നുള്ള ആളുകളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കൃത്യമായ കമൻറ്റ് രേഖപ്പെടുത്തുക. അൻസാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാറേ സെറ്റാണ്, ഞങ്ങൾ എഴുതും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. എക്സാം ആകുന്നതിനനുസരിച്ച് ഓരോ വീഡിയോസ് ആയിട്ട് അൻസാർ എന്ത് ചെയ്യാം, ഇതിൽ പോസ്റ്റ് ചെയ്യാം.